ഷാരൂഖ് ഖാനും മോഹൻലാലും തുടങ്ങി ലയണൽ മെസ്സി വരെ അംബാസിഡറായ ഒരു ബ്രാൻഡ്. ഫോബ്സ് പട്ടികയിൽ ഇടം പിടിച്ച മലയാളിയായ ബിസിനസ്മാൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി മുതൽ ഫിഫ വേൾഡ് കപ്പ് അടക്കം സ്പോൺസർഷിപ്പ് ചെയ്ത ആദ്യ എക്ടെക് കമ്പനി. ബൈജൂസിനെ കുറിച്ചും അതിന്റെ ഉടമ ബൈജു രവീന്ദ്രനെ കുറിച്ചും പറഞ്ഞു തുടങ്ങിയാൽ മലയാളിക്ക് ഇനിയുമുണ്ട് പറയാനേറെ. എന്നാൽ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ എക്ടെക് കമ്പനിയായിരുന്ന ബൈജൂസിന്റെ ബൈജു രവീന്ദ്രന് ഇപ്പോൾ ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് സിംഗപ്പൂർ കോടതി. ആഗോള വാർത്താ ഏജൻസിയായ ബ്ലൂംബർഗ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. സ്വത്തുക്കൾ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഒന്നിലധികം കോടതി ഉത്തരവുകൾ ബൈജു രവീന്ദ്രൻ ലംഘിച്ചതിന് പിന്നാലെയാണ് ഈ കോടതി വിധി. കേസിൽ 6 മാസത്തെ തടവും $70,500 അതായത് ഏകദേശം 68 ലക്ഷം രൂപ പിഴയും കെട്ടിവെക്കണമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ബൈജു ഉടൻ തന്നെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങണമെന്നും BR ഇൻവെസ്കോ എന്ന കമ്പനിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ കൈമാറണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. $2,200 കോടി ആസ്തി ഉണ്ടായിരുന്ന മലയാളികളെ സ്റ്റാർട്ടപ്പ് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ബൈജു എന്ന സംരംഭകന്റെ ബിസിനസ് ജീവിതത്തിലെ ഏറ്റവും പുതിയ തിരിച്ചടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കോടതി വിധി. ബൈജു രവീന്ദ്രൻ നേടുന്ന ആദ്യത്തെ കോടതി അലക്ഷ്യ നടപടിയല്ല ഇത്. മുമ്പ് $1.2 ബില്യൺ വായ്പയുമായി ബന്ധപ്പെട്ട് US ബാങ്ക്രപ്സി കോടതിയും അദ്ദേഹത്തെ സിവിൽ കോടതി അലക്ഷ്യത്തിന് കുറ്റക്കാരനായി കണ്ടെത്തിയിരുന്നു. 2022 $22 ബില്യൺ അതായത് 1,83,000 കോടി രൂപ മൂല്യം കുറിച്ച ഓൺലൈൻ എക്ടെക് ഭീമനായിരുന്നു ബൈജൂസ് ദ ലേണിംഗ് ആപ്പ്. ചുരുങ്ങിയ സമയം കൊണ്ട് ആഗോളതലത്തിൽ കേരളത്തിന്റെ പേര് ഉയർത്തിപ്പിടിക്കുകയും അതിലും കുറഞ്ഞ സമയം കൊണ്ട് നഷ്ടങ്ങളുടെ ഗർത്തത്തിലേക്ക് വീണു പോവുകയും ചെയ്ത ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ തലയുടെ പേരാണ് ബൈജു രവീന്ദ്രൻ എന്നത്. എന്നാൽ ഇന്ന് ആ പേരിനൊപ്പം ലോകം ചേർത്ത് പറയുന്നത് മലയാളി കണ്ട ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് തകർച്ചയുടെ കഥയും. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് എന്ന ഗ്രാമത്തിൽ അധ്യാപക ദമ്പതികളുടെ മകനായി ജനിച്ച ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ബിരുദധാരിയായിരുന്നു ബൈജു രവീന്ദ്രൻ. ഒരു മൾട്ടിനാഷണൽ ഷിപ്പിംഗ് കമ്പനിയിൽ സർവീസ് എഞ്ചിനീയറായി കരിയർ ആരംഭിച്ച ബൈജു അവധിക്കാലത്ത് നാട്ടിലെത്തിയപ്പോൾ തന്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് ക്യാറ്റ് എക്സാമിന് വേണ്ടി ചില സിലബസുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് കൂടാതെ അന്ന് ബൈജുവും വെറുതെ ഒന്ന് ആ പരീക്ഷ എഴുതി നോക്കുന്നുണ്ട്. പഠിക്കാതെ പോയി എഴുതിയിട്ടും അന്നത്തെ ആ പരീക്ഷയിൽ 100% മാർക്കോടെയാണ് ബൈജു പാസ്സാകുന്നത്. 2 വർഷത്തിന് ശേഷം ക്യാറ്റ് പരീക്ഷ എഴുതുന്നവർക്ക് ബൈജു പരിശീലനം നൽകാൻ തുടങ്ങി. ഇത് ക്ലിക്കായതോടെ ജോലി ഉപേക്ഷിച്ചു. അവിടെ നിന്നാണ് ബൈജൂസ് ദ ലേണിംഗ് ആപ്പ് എന്ന ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ വേര് മുളയ്ക്കുന്നത്. ഭാര്യ ദിവ്യ ഗോകുൽനാഥുമായി ചേർന്ന് 2011 അദ്ദേഹം തിങ്ക് ആൻഡ് ലേൺ എന്ന കമ്പനി ആരംഭിക്കുന്നു. തുടർന്ന് 2015 ബൈജൂസ് ദ ലേണിംഗ് ആപ്പ് പുറത്തിറക്കുന്നു. തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ ബൈജു രവീന്ദ്രനെ കോടീശ്വരനാക്കിയ ആശയമാണ് ബൈജൂസ് ദ ലേണിംഗ് ആപ്പ്. ബൈജൂസ് ഹിറ്റ് ആയതോടെ ആഗോള സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ തോതിൽ നിക്ഷേപം ആകർഷിക്കാൻ അവർക്ക് സാധിക്കുന്നു. COVID-19 പകർച്ചവ്യാധിയുടെ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസ കോഴ്സുകൾ നൽകിക്കൊണ്ട് ബൈജൂസ് വളരെയധികം ജനപ്രീതി നേടി. 2022 കമ്പനി അതിന്റെ എക്കാലത്തെ ഉയരം താണ്ടി. കമ്പനിയുടെ മൂല്യം $22 ബില്യൺ എന്നാൽ പിന്നീട് അങ്ങോട്ട് എല്ലാം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുന്നതാണ് ലോകം കണ്ടത്. വൻകിട ടേക്ക് ഓവറുകൾക്കും ശതകോടികളുടെ സ്പോൺസർഷിപ്പുകൾക്കുമെല്ലാം വൻതോതിൽ നിക്ഷേപം ചെലവഴിച്ചതോടെ കാര്യങ്ങൾ വഴിതെറ്റി. ആഗോള നിക്ഷേപകർ സംഘടിതമായി ബൈജുവിനെതിരെ രംഗത്ത് വരികയും കോടതികളെ സമീപിക്കുകയും ചെയ്തതോടെ കമ്പനി കൂപ്പുകുത്തി. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഒട്ടേറെ കടുത്ത സാമ്പത്തിക ക്രമക്കേടുകൾ ബൈജൂസിനെതിരെ ആരോപിക്കപ്പെട്ടു. നിക്ഷേപകർ പിൻവാങ്ങി. അനേകം രാജ്യങ്ങളിൽ കേസുകൾ വന്നു. കൂട്ടപ്പിരിച്ചുവിടലും സാമ്പത്തിക പ്രതിസന്ധിയും ബൈജൂസിനെ വീണ്ടും വാർത്തകളിൽ നിറച്ചു. നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും നിക്ഷേപകരുമായുള്ള ആഗോള നിയമ പോരാട്ടങ്ങളും കാരണം വലിയ തകർച്ചയിലാണ് ഇന്ന് ബൈജൂസ് എന്ന സ്ഥാപനം. 2023 ഡിസംബറിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനായി തന്റെ വീടും സ്ഥലവും ബൈജു രവീന്ദ്രൻ പണയം വെച്ചു എന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് രംഗത്ത് വൻ വിപ്ലവം സൃഷ്ടിച്ച സ്വപ്നം കാണാനാവാത്ത മാറ്റങ്ങൾ എക്ടെക് രംഗത്ത് നടത്തി പ്രശസ്തി ആർജിച്ച ശേഷമാണ് വൻ തകർച്ചയിലേക്ക് ബൈജൂസ് കൂപ്പുകുത്തിയിരിക്കുന്നത്. കമ്പനി ആഗോളതലത്തിൽ തങ്ങളുടെ നിക്ഷേപകരുമായി നടത്തുന്ന നിയമയുദ്ധങ്ങളിൽ ഏറ്റവും പുതിയ തിരിച്ചടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കോടതി വിധി. ബൈജു രവീന്ദ്രൻ സിംഗപ്പൂരിലുണ്ടോ, അറസ്റ്റിലാകുമോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. സ്റ്റാർട്ടപ്പ് മേഖലയിൽ മലയാളി യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ബൈജൂസിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ അറിയണം.